പാകിസ്ഥാനിൽ അതിർത്തി കടന്ന് ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കായ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്തുണ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സൈന്യത്തിന്റെ ഏത് നടപടിക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമെന്ന ആഹ്വാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. കേന്ദ്ര സർക്കാരിനും സേനയ്ക്കും ഇക്കാര്യത്തിൽ പിന്തുണ നൽകുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. തീവ്രവാദത്തിനെതിരായി യൂണിയൻ സർക്കാരും നമ്മുടെ പ്രതിരോധ സേനകളും സ്വീകരിക്കുന്ന നിലപാടുകൾ പൂർണ്ണ പിന്തുണ നൽകുന്നു. അത്തരം നടപടിക്കൊപ്പം തന്നെ പഹൽഗാമിൽ നിരപരാധികളെ കൊലപ്പെടുത്തിയവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനും പാകിസ്ഥാനിൽ ഭീകരവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുറപ്പുവരുത്താനുമുള്ള നയതന്ത്രപരമായ ഇടപെടലുകൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം, പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഒരു തുടക്കം മാത്രമാണെന്ന് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണി പ്രതികരിച്ചു. ഭീകരർക്കെതിരായ ഏത് നടപടിക്കും രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും. അതിനാൽ ഭീകരർക്കെതിരായ ഏത് നീക്കത്തിനും കേന്ദ്രത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ആന്റണി മാധ്യമങ്ങളോടും പറഞ്ഞു. അതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിന് അഭിനന്ദിച്ച് കോൺഗ്രസ് MP ശശി തരൂരും രംഗത്ത് വന്നു. ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ അഭിമാനമുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. നമുക്ക് മറുപടി കൊടുക്കാതിരിക്കാൻ ആകില്ലായിരുന്നു എന്നും എങ്കിലും യുദ്ധം ആർക്കും വേണ്ടെന്നും ഇനി സംഘർഷത്തിൽ അയവ് വരുത്താമെന്നും ശശി തരൂർ പറഞ്ഞു. ഇന്ത്യ ആക്രമിച്ച് പാകിസ്ഥാനെ ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണെന്നും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ അഭിമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങളെയോ സ്ഥാപനങ്ങളെയോ ഇന്ത്യ ആക്രമിച്ചില്ലെന്നും ദീർഘയുദ്ധം തുടരാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു ഇല്ല എന്നുമാണ് ശശി തരൂർ തന്റെ എക്സ് പോസ്റ്റിലൂടെ പറഞ്ഞത്.